ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സൂപ്പർ ഏജ് ഫുഡാണ്. എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കാം, പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അത്ര വിവരം കാണില്ല എന്ന് എനിക്ക് തോന്നുന്നു. കോൺ, സ്വീറ്റ് കോൺ, എല്ലാവർക്കും ഈ ഒരു രീതിയിലുള്ള സ്വീറ്റ് കോൺ നല്ല പരിചയമായിരിക്കും അല്ലേ? പക്ഷേ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കുന്നത്, ഇത് ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെയും കുറച്ച് പ്രശ്നങ്ങളുള്ളതാണ്. പക്ഷേ സാധാരണ മറ്റ് കുറച്ച് നീണ്ട് കനം കുറഞ്ഞൊരു പാവം കോണിരിപ്പില്ലേ, ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഈ ഫ്രൂട്ട് സ്റ്റാളുകളിൽ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇനി എന്തെങ്കിലും ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുക. അതാണ് ഈ കോൺ. ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയതാണ്. ഇതാണെങ്കിൽ വളരെ വലുതാണ്. കണ്ടോ, ജനറ്റിക്കലി മോഡിഫൈഡ് ആയതുകൊണ്ട് ഇത്ര വലുതായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വയറിനകത്ത് ലീക്കി ഗട്ട് സിൻഡ്രോം എന്ന രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. എന്നാൽ മറ്റേ കോണോ, സാധാരണ കോൺ, അത് വളരെ നല്ലതാണ്. അതാണിത്. ഇത് വളരെ ചെറുതല്ലേ, നോക്കൂ, വളരെ ചെറുതാണ്. ഇതാണെങ്കിൽ വളരെ വലുതാണ്. ഇതിൻ്റെ ഓരോ സീഡും വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ചെറുതാണ് വേണ്ടത്. അപ്പോൾ ചെറുതാണ് ഞാൻ ഇന്ന് എടുത്തത്. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള കോൺ വളരെ കനം കുറഞ്ഞ് ഒരു ആരോഗ്യമില്ലാത്ത പോലെ ഇരിക്കും. പക്ഷെ അത് നാച്ചുറൽ കോണാണ്. അതിന് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാക്കില്ല. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ ഒരു കാരണം ഈ ലീക്കി ഗട്ട് സിൻഡ്രോം എന്ന് പറയും. നമ്മൾ ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പം അത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ചില പ്രതിപ്രവർത്തനങ്ങൾ നടത്തി അത് കുറച്ച് നമ്മുടെ ബ്ലഡിലോട്ട് കയറിപ്പോയിട്ട് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറയ്ക്കും കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ കോൺ മേടിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഈ സൂപ്പർ ഏജ് ഫുഡിൻ്റെ ഗുണഗണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അത്രയ്ക്ക് ഗുണമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് നല്ല മലശോധന ഉണ്ടാവും. കോൺസ്റ്റിപ്പേഷനേ വരില്ല കോൺ കഴിച്ചു കഴിഞ്ഞാൽ. ഇത് ഏകദേശം ഒരു 100 ഗ്രാമിൽ 86 കലോറിയേ ഉള്ളൂ. അത് 86 കലോറി ലേശം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലൈസിമിക് ഇൻഡെക്സ് ഇച്ചിരി മുകളിലാണ്. പക്ഷേ ഗ്ലൈസിമിക് ലോഡ് 10 താഴെയാണ്. അത് വളരെ നല്ല ഒരു ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെയും ഒരു പരിധിവരെ ഡയബറ്റിക് പേഷ്യൻസിന് വളരെ ചെറിയ അളവിൽ കഴിക്കാവുന്നതുമാണ്. പ്രോട്ടീൻ കണ്ടൻറ്റ് 3 ഗ്രാമിലധികമുണ്ട് 100 ഗ്രാമിൽ. അതോടൊപ്പം ഫൈബർ കണ്ടൻറ്റും 3 ഗ്രാമിലധികമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ പ്രത്യേക സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടൻറ്റ്, ലൂട്ടിൻ, സിയോസാന്തിൻ എന്ന് പറയുന്ന 2 ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ണിൻ്റെ ആരോഗ്യത്തിന്, കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വളരെ സഹായിക്കുന്നതാണ്. പിന്നെ സ്വീറ്റ് കോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ തലച്ചോറിൻ്റെ ഞരമ്പുകളെ, നെർവ് സെൽസിനെ നന്നായിട്ട് ത്വരിതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ക്വാളിറ്റി ഇതിനുള്ളത് കൊണ്ട് അൽഷിമേഴ്സ് ഡിസീസിന് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ അൽഷിമേഴ്സ് ഡിസീസ് മാറുമെന്നല്ല, കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും ലോങ് ടേം എഫക്റ്റിൽ എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിനോയിഡ്സ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലൂട്ടിൻ, സിയോസാന്തിൻ വളരെയധികമുണ്ട്. പിന്നെ ബി കോംപ്ലക്സ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഫോളിക് ആസിഡ് ധാരാളമുണ്ട്. B12 സാധാരണ വെജിറ്റബിൾസിൽ ഒന്നും B12 ഉള്ളതല്ല. പക്ഷേ ഈ കോണിനകത്ത്, സ്വീറ്റ് കോണിനകത്ത് ഒരു പരിധിവരെ B12 അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ ഫൈബറും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളുമാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സ്വീറ്റ് കോണിനെ ഇത്ര ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ മറ്റുള്ള സവിശേഷതകളാണ്. അതായത് ഹാർട്ട് അറ്റാക്കിനെ ഇത് പ്രിവെൻറ്റ് ചെയ്യും, അതുപോലെ കൊളസ്ട്രോളിനെ കുറയ്ക്കും, പ്രമേഹത്തിന് ഒരു പരിധിവരെ കുറയ്ക്കും, ഫാറ്റി ലിവറിന് ഏറ്റവും നല്ലതാണ്. അതോടൊപ്പം തന്നെയാണ് വയറിൻ്റെ ഡൈജഷൻ പ്രോബ്ലംസിനും വളരെ നല്ലതാണ്. ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് ഡൈജസ്റ്റീവ് എൻസൈംസിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്ന ചില ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദഹന പ്രക്രിയ ഒന്ന് മന്ദീഭവിപ്പിക്കുന്നത് വഴി വിശപ്പ് വരത്തില്ല. കോൺ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശപ്പ് വരില്ല. അങ്ങനെ ഒരു കാര്യം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒരു സാലഡ് രൂപത്തിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് വിശപ്പ് വരികയുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് സ്വീറ്റ് കോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ. അപ്പോൾ ഞാനിത് ഈ സ്വീറ്റ് കോൺ എടുത്തിട്ട്, സ്വീറ്റ് കോൺ എന്ന് പറയുന്ന ഈ സാധാരണ ഉള്ള നാച്ചുറൽ ഒരു കോൺ എടുത്ത് അത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു നല്ല ഒരു റെസിപ്പിയും കൂടെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഒരു ആൻറ്റി ഏജിങ് റെസിപ്പി എന്ന് നമുക്കിതിന് പേരിടാം. ആൻറ്റി ഏജിങ് അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ആണ് ഇന്നെല്ലാം ചേർത്തിരിക്കുന്നത്. വളരെ രുചികരമായ ഒരു നല്ല സാലഡാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് നമുക്ക് പാചകം നോക്കാം. ഇന്നത്തെ നമ്മളുടെ ഈ ഒരു
ആൻറ്റി ഏജിങ് റെസിപ്പിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അത് നമ്പർ 1 കോൺ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ലേശം ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വേവുള്ളതാണിത് കേട്ടോ. കുറച്ചൊന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം. കുക്കറിലാണെങ്കിൽ പെട്ടെന്നാവും. അതിനോടൊപ്പം ഇതിപ്പം ഒരു 50 ഗ്രാം ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ തക്കാളി ഏറ്റവും നല്ല ആൻറ്റി ഏജിങ് ആണ്. എവിടെ നോക്കിയാലും തക്കാളിയെ മാറ്റി നിർത്താനേ നമുക്ക് പറ്റത്തില്ല. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻസും ലൈക്കോപ്പീനും ആൻറ്റി ക്യാൻസറസ് സബ്സ്റ്റൻസ് ആണ് ഈ ലൈക്കോപ്പീൻ. അപ്പോൾ അത് ഒരു 50 ഗ്രാം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ മഷ്റൂംസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെയും ഗുണം. പൊട്ടൻസി വളരെ കൂടുതലാണ് മഷ്റൂമിന്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ സോട്ട് ചെയ്തെടുത്ത, പച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് സാലഡ് ജസ്റ്റ് ഒരു മിക്സ് ആയതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ടീസ്പൂൺ വെർജിൻ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ കപ്പലണ്ടിയോ അല്ലെങ്കിൽ ബദാമോ അല്ലെങ്കിൽ വാൾനട്ട്സോ എടുക്കാവുന്നതാണ്. ഇതെല്ലാം ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതാണ്. അത് ഒരു 30 ഗ്രാം ഉണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൺഫ്ലവർ സീഡ്സ്. നിങ്ങൾക്കറിയാമല്ലോ, സൂര്യകാന്തിയുടെ കുരുവാണിത് സൺഫ്ലവർ സീഡ്സ്. ഈ സൺഫ്ലവർ സീഡ്സിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് കൊളാജൻ പ്രൊഡക്ഷനെ സഹായിക്കുന്ന 2-3 ഇൻഗ്രീഡിയൻസ്, 2-3 ആൻറ്റി ഓക്സിഡൻസ് ഇതിനകത്ത് വളരെയധികം ഉണ്ട്. അപ്പോൾ ഇത് സ്ഥിരമായിട്ടൊരു 30 ഗ്രാം സൺഫ്ലവർ സീഡ്സ് കഴിക്കുക വഴി കൊളാജൻ പ്രൊഡക്ഷനെ ത്വരിതപ്പെടുത്തും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടെ എനിക്ക് നിങ്ങളെ അറിയിക്കാനുണ്ട്. പിന്നെ ഇലയെന്ന് പറയുമ്പോൾ മുരിങ്ങയിലയാവാം, പാലക്കിലയാവാം, ലെറ്റ്യൂസ് ആവാം, അല്ലെങ്കിൽ ചീരയിലയാവാം. അത് എന്താണെങ്കിലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിക്കുക. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്താൽ മതിയാവും. പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ റെസിപ്പിക്ക് ആവശ്യമായത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം സ്വീറ്റ് കോൺ ചേർക്കാം. തക്കാളി, മഷ്റൂംസ് ചേർക്കാം. കപ്പലണ്ടി, മുരിങ്ങയില, മുരിങ്ങയില കഴിച്ചാൽ വയറിന് പ്രശ്നമുള്ളവർ മുരിങ്ങയില ചേർക്കരുത് കേട്ടോ. അതിന് പകരം പാലക്കിലയോ ലെറ്റ്യൂസിൻ്റെ ഇലയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് സൺഫ്ലവർ സീഡ്സ് ചേർക്കാം. വെർജിൻ ഓയിൽ ചേർത്തു. ലേശം കുരുമുളക് പൊടി, ടൊമാറ്റോ ചേർത്തത് കൊണ്ട് നാരങ്ങാനീര് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ടൊമാറ്റോയുടെ ഒരു പുളിയുണ്ടല്ലോ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടൊപ്പം നാരങ്ങ നീര് ചേർക്കാം, അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനിഗർ ചേർക്കാം. ഇത് നല്ല കളറല്ലേ, നല്ല കളർ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്. ഇതും കൂടെ അങ്ങ് ചേർക്കാം. സൂപ്പർ കോൺ സാലഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം.
നോക്കാം അല്ലേ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. സൂപ്പർ ഡ്യൂപ്പർ സാലഡ്, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ തയ്യാറാക്കി നോക്ക്. അബ്സല്യൂട്ട്ലി എന്താ പറയുക, ഓരോ ഇൻഗ്രീഡിയൻസും പരസ്പര പൂരകമായിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ചേരുവ, അതിൻ്റെ ഒരു സങ്കലനം സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ കഴിക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തെന്ന് യാതൊരു സംശയമില്ല. അത്രയ്ക്ക് നല്ല കോമ്പിനേഷൻ, കാണാനും അതുപോലെ തന്നെ കഴിക്കാനും അതുപോലെ സൂപ്പർ ടേസ്റ്റും, അതുപോലെ പോഷകങ്ങളിൽ ഉഗ്രൻ. അതുപോലെ ഇതിൻ്റെ അകത്ത് ഈ ഓരോ ഇൻഗ്രീഡിയൻസും ആൻറ്റി ഏജിങ് ആണ്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് കോണും സൺഫ്ലവർ സീഡ്സും. അതുപോലെ തന്നെ കപ്പലണ്ടിക്ക് പകരം വാൽനട്ട്സ് ഇട്ടാൽ ഇതിനേക്കാൾ നല്ലത്, കുറച്ചുകൂടെ ആൻറ്റി ഏജിങ് ആണ്. ഏറ്റവും നല്ല ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ള ഒരു നട്ട്സ് എന്ന് പറയുന്നത് വാൽനട്ട്സ് ആണ്. അതിന് നേരെ താഴെ നിൽക്കുന്ന ബദാം, പിന്നെ കപ്പലണ്ടി. ഞാൻ പിന്നെ ഒരു വെറൈറ്റിക്ക് കപ്പലണ്ടി ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുമല്ലോ. കമൻസ് എല്ലാം അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം.